ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായി ഒന്ന് സമാധാനത്തിൽ നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെയും ഇവിടെയൊക്കെ കാണിച്ചിങ്ങനെ ഒരു എന്താ പറയുക, കൂടെ ഒരു തട്ടിക്കൂട്ടി വീഡിയോകളാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇടുന്നത്. ഭയങ്കര മടിച്ചായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സത്യം എനിക്കന്നെ തോന്നാറുണ്ട് രാവിലെ വീഡിയോ എടുക്കാനും മൊത്തത്തിൽ ഒക്കത്തിനൊരു മടിയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ജസ്റ്റ് നല്ല നല്ല രീതിയിൽ എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കും എന്തോന്നും അറിയില്ല. എന്തായാലും രാവിലെ തന്നെ ഞാൻ വേഗം ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ അങ്ങോട്ട് നിന്നിട്ടുണ്ട്. നീനു പിന്നെ ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് ഇനിയിപ്പോൾ രാവിലെ ഞാൻ വേഗം എൻ്റെ പണികളൊക്കെ തീർക്കാൻ കേട്ടോ. ആദ്യം ഒന്ന് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടൊക്കെ 2-3 ദിവസമായല്ലോ നമ്മൾ മഞ്ചേരിയൊക്കെ പോയതുകൊണ്ട് തന്നെ ആ കലമ്പായി ഇങ്ങനെ കിടക്കുകയാണ്. വൃത്തിയാക്കിയിട്ടും നന്നാക്കിയിട്ടൊക്കെ കുറേ ദിവസമായ പോലെ ഇങ്ങനെ തോന്നും. അധികം ഒന്നും ആയിട്ടില്ലെങ്കിലും നമുക്കിങ്ങനെ തോന്നും. വീട്ടിൽ നിന്നൊന്ന് മാറി നിന്നാൽ തന്നെ എന്തൊക്കെയോ പൊടിയും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള പോലെ ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആ മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അകം ക്ലീൻ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ട് ചെയ്യണം. വലിയ കച്ചറ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ മുറ്റത്ത് ഒരു മുന്നിൽ ഷീറ്റോ കാര്യങ്ങളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഒരു മരങ്ങളോ ചെടികളോ ഇല്ല. അപ്പോൾ ഒന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കാറ്റടിച്ചിട്ടൊക്കെ പറന്ന് വരാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ മുറ്റത്ത് പെട്ടെന്ന് പുല്ലുമുളക്ക് ഈ പുഴേൻ്റെയൊക്കെ ഒരു അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അപ്പുറത്ത് തന്നെ പുഴയാണ് കേട്ടോ. ഈ രണ്ട് വീട് അപ്പുറത്ത് പുഴയാണ്. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുഴേൻ്റെ ഒരു സംഭവമാണ്. ഞങ്ങൾ കിണറും അങ്ങനെ തന്നെ. പുഴയിൽ വെള്ളം ഇറങ്ങിയാൽ കിണറത്ത് വെള്ളം ഇറങ്ങും, പുഴയിൽ വെള്ളം ഏറിയാൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പുല്ല് പെട്ടെന്ന് മുളക്കും കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ വേഗം മഴയും കൂടി പെയ്താൽ പിന്നെ പറയണ്ട, ആകെ പുല്ലും ഇങ്ങനെ പൊന്തി പെട്ടത് വരും. പക്ഷേ ഈ മഴ ആയതുകൊണ്ട് അതിലിങ്ങനെ ചെറിയ ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഓച്ച്, ചേരട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പുല്ലിലുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ചിടാനും പറ്റുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് വെയിലറച്ചാൽ അതൊക്കെ ഒന്ന് പിന്നെ നമുക്ക് അഴുക്കൊന്ന് പറിച്ച് കളയാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒന്ന് നന്നായിട്ടാണ് വരുമ്പോൾ എൻ്റെ കെട്ടിയവനങ്ങോട്ട് മുണ്ടും കുത്തിയാണ്ട് ഇറങ്ങലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ചെത്തിക്കൂരി റെഡിയാക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പിന്നെ കാണുന്നിടത്തൊക്കെ ജസ്റ്റൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക്, പക്ഷേ അവിടെയൊക്കെ ഇങ്ങനെ ഈ ഒച്ചുണ്ട് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തൊടാനും ഒക്കെ ഒരു അറപ്പാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ മെല്ലെ ഒന്നുണ്ട് മുറ്റത്ത് അടിച്ചു വാരി തൂത്ത് അതങ്ങോട്ട് പിന്നെ സെറ്റാക്കി കിട്ടുക. അതിൻ്റെ ഇനി വേണം നമുക്ക് നമ്മുടെ എന്താ പറയുക ആകെ സെറ്റ് മുൻഭാഗമൊക്കെ ഒന്ന് അടിച്ചേരി കൊടുത്തെങ്കിൽ ഞാൻ ആദ്യം തന്നെ ചെയ്യാറുള്ളത് ഈ മുൻഭാഗം ഇങ്ങോട്ട് ക്ലീനാക്കി വെക്കും. നമുക്ക് ഞാൻ വന്നാലും കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ ആവേണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ അങ്ങോട്ട് റെഡി ആക്കും കേട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് കരുതി. ആണെങ്കിൽ കുറച്ച് ഇന്നലെ എത്താനൊക്കെ നമ്മളെ നീനുവിനൊക്കെ കൊണ്ടുവരാനും എത്താനൊക്കെ ലേറ്റ് ആയിരുന്നു. 1 മണി 1:30 എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എഴുന്നേൽക്കാൻ അങ്ങനെ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഫുഡ് ഉണ്ടാക്കി അടുക്കളയിൽ അങ്ങോട്ട് നിന്നാൽ പിന്നെ നമുക്ക് പുറത്തുള്ള പരിപാടികളൊന്നും നടക്കില്ല, ക്ലീൻ ആക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, വേഗം ഫുഡാണ് ഓർഡർ ചെയ്തേ. മമതയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ 5 നൂൽപുട്ടും 5 ദോശയും വാങ്ങിയിട്ടുണ്ട്. അതിക്ക് കറിയായിട്ട് മീൻ കറി ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് അവരെത്തിച്ച് 8:30 ആയപ്പോക്കിന് എത്തി. ഇതുമ്പോൾ മദ്രസ വിട്ട് വന്നിട്ടില്ല, വരുമ്പോക്കിന് എത്തിയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഇതും എത്തുന്നതിന് മുന്നേ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ പാത്രത്തിലേക്ക് ഒഴിക്കുക. നല്ല മീൻ കറി കിട്ടും, അടിപൊളി മീൻ കറി. മണം കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊക്കെയോ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ കറി നല്ല അടിപൊളിയായാൽ തന്നെ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. പിന്നെ പൊറോട്ട കാര്യങ്ങൾ ഞാൻ വാങ്ങാതെ നിന്നതാണ് കേട്ടോ. മക്കളിങ്ങനെ പൊറോട്ട കഴിക്കണ്ടല്ലോ. പിന്നെ ഞാനാണെങ്കിൽ പൊറോട്ടൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ചിലപ്പോൾ പൊറോട്ട കണ്ടാൽ ഞാൻ കഴിക്കും. അതുകൊണ്ട് ഞാൻ പൊറോട്ട വാങ്ങാനില്ല, ദോശയും നൂൽപുട്ട് വാങ്ങി. അപ്പോൾ രണ്ടും ഒരു പാത്രത്തിലേക്ക് തന്നെ ആക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് ഇനി എന്താ പറയുക, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വെയിറ്റ് എന്തായി. സത്യം പറയാനും ഞാൻ കുറേ വെയിറ്റ് നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും ഇങ്ങനെ പോക്കും വരവൊക്കെ മഞ്ചേരിയിൽ നിന്ന് നോക്കാമെന്ന് പറയാം. വെയിറ്റ് മെഷീൻ വേറെ ആകുമ്പോൾ നമുക്ക് വെയിറ്റിൽ ഒരു മാറ്റം വരുമല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് നോക്കിയിട്ടില്ല ഇത്തവണ. അങ്ങനെ ഇനി അല്ലെങ്കിൽ തന്നെ മഞ്ചേരി പോയിട്ട് ഇപ്രാവശ്യം നല്ല ഫുഡടി ആയിരുന്നു. ഒരു ഡയറ്റൊക്കെ ഇപ്പോൾ ഒരു ചടപ്പ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു ട്രാക്കൊക്കെ കണ്ട് വരാഞ്ഞിട്ടുള്ള ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ്. നീന് വന്നെന്ന് ഞാൻ മഞ്ചേരിക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച. ആ വ്യാഴാഴ്ച മുതൽ ഇങ്ങോട്ട് തന്നെ ആകെ മൊത്തത്തിൽ അലമ്പാക്കി എടുക്കും. ഇപ്പം എന്നും ഇപ്പോൾ വ്യാഴാഴ്ചയാണ്, ഇപ്പോൾ ഒരാഴ്ച ആയെന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയാണ് മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് കേട്ടോ മീൻകറി. കണ്ടോ, നല്ല അടിപൊളി മീൻകറി എന്ന് പറഞ്ഞാൽ അടിപൊളി, മൂക്കൊക്കെ കൊണ്ട് മണം കുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ ഇതുവരെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതും ഒന്നുകൂടെ 8:45 ചോദിച്ചു പോരും. കാരണം സ്കൂൾക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട് 9:30 സ്കൂൾക്ക് പോകണം. അപ്പം വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ പണികളുള്ളതുകൊണ്ട് അയാൾ 8:45 ചോദിച്ചു പോരുന്നുണ്ട്. ഞാൻ എത്ര വട്ടം പറയുന്നറിയോ, വേണ്ട 9 മണിക്ക് പോന്നാൽ മതി, ഇവിടെ വന്നിട്ട് പിന്നെ വേഗം കണ്ട് മാറ്റി പോയാൽ പോരെ, എന്തിനാണ് മദ്രസ, ആകെ ഒരു 2 മണിക്കൂറല്ലേ ഉള്ളൂ, അതവിടെ മര്യാദയ്ക്ക് ഇരുന്നൂടെ എന്ന് പറഞ്ഞാൽ അവൾ 8:45 ചോദിച്ചു പോരും കേട്ടോ. അങ്ങനത്തെ വന്ന പാടെ ഞാൻ നോക്കും
എന്താ വേണ്ടത്, എനിക്ക് നൂൽപുട്ടാണോ വേണ്ടത്, വെള്ളപ്പാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു നൂൽപുട്ടും ഒരു ദോശയും മതിയാണ്. അങ്ങനെ രണ്ട് ഓരോന്നെടുത്ത് മീൻ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ വെയിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. എന്തായാലും ആകെ അലമ്പായി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞാനൊന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെയാണ് പ്ലാൻ. എനിക്ക് എങ്ങനെ ഇപ്പോൾ അത് പറയാമെന്നറിയില്ല. എന്നെപ്പോലെ ഉള്ളവരുണ്ടാവും ഒരുപാട്. നമ്മളെ പിന്നെ ആ ഒരു സ്ട്രിക്റ്റ് ഇപ്പോൾ എല്ലാവരും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ തുത്തൂൻ്റെതാവട്ടെ, പിന്നെ മഞ്ചേരിയിലാണെങ്കിൽ നുജൂമും നാനിയും ഒക്കെ എല്ലാവരും ഒരു അപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് വെയിറ്റ് കുറയണത് കേട്ടോ. എന്നാലും ഒരു കീറ്റോ ഡയറ്റ് തന്നെയാണ്, ഒരു കീറ്റോയിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് കൊതിയാകുമ്പോൾ ബ്രോസ്റ്റൊക്കെ വാങ്ങി ഇങ്ങനെ കഴിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കേട്ട് കുറയാത്തതെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. എന്നാലും കീറ്റോ ഡയറ്റ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറയല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു 2 മാസം കൊണ്ട് പോലും ആകെ 9 കിലോ 10 കിലോനൊക്കെ കുറഞ്ഞിട്ടുള്ളൂ. നുജും പിന്നെയും കുറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അങ്ങനെ എല്ലാവരും മൊത്തത്തിലൊരു സ്റ്റക്കായ ഒരു ആദ്യ അവസ്ഥയിലാണ് ഇപ്പോൾ വെയിറ്റ് ലോസിൽ. ഒരു സുഖമല്ല കേട്ടോ. എന്തായാലും അത് തിരിച്ച് കൊണ്ടുവരാൻ നമുക്ക് 55 ആക്കണം. 55 ആക്കിയിട്ട് വേണം 80ലേക്ക് ആക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാനും കരുതി എന്താ ഇപ്പോൾ തിരക്ക്, നമുക്കിങ്ങനെ സാവധാനം ഇങ്ങനെ കുറക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഞാൻ. ആ ഒരു മൈൻഡിൽ എത്തിയിട്ടുണ്ട് ഞാൻ. നോക്കാം, ഇതിപ്പോൾ ഈ ഒരു മാസം ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടി ഉള്ളൂ അല്ലേ. ആ ഒരു ദിവസത്തിൽ നമുക്ക് എന്ത് ഇനിയിപ്പോൾ ഒരു മാക്സിമം 2-3 കിലോനൊക്കെ കുറക്കാൻ പറ്റും. അതിൽ അപ്പുറം ഒന്നും ഇപ്പോൾ ഏതായാലും കുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നോക്കട്ടെ. പിന്നെ എഗ് ഡയറ്റൊക്കെ ചെയ്ത് നോക്കാനും ഒമാറ്റോ ഡയറ്റൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അതൊക്കെ നമ്മൾ മാക്സിമം 10 ദിവസമൊക്കെ അല്ലേ എഗ് ഡയറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അധികം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കണോ, അങ്ങനെയുള്ള ഓരോരോ ചിന്തയിലാണ് ഇപ്പോൾ. ഏതായാലും നമുക്ക് നോക്കാം. പോകുന്ന 85 വേണം പിന്നെ നമുക്ക് 80ലേക്കുള്ള ഒരു പ്രയാണമൊക്കെ. 80 ഞാൻ ഏറ്റവും ലാസ്റ്റ് വിചാരിക്കുന്നത് കേട്ടോ. 80 to 85 ഇങ്ങനെ നിന്ന് പോകാനാണ് പിന്നെ എൻ്റെ ഒരു പ്ലാൻ. എനിക്ക് ഇനിയൊരു 100 കാണരുത് എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് പിന്നെ ഞാൻ നടക്കുന്നത്. എന്നാലും ഇന്ന് ഞാൻ സ്ട്രിക്റ്റായിട്ട് തുടങ്ങാമെന്നൊക്കെയുള്ള പ്ലാനാണ്. പക്ഷേ എന്നാലും കയ്യിൽ നിന്ന് പോയി. പക്ഷേ രാവിലെ തുടങ്ങുമ്പോൾ ഞാൻ നല്ല ഒരു ഗ്ലാസ് ചായയും ബദാമും ഒക്കെയാണ്. ബദാം മാത്രമേ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നീന് വന്ന സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കുന്നു. കുറച്ച് അലക്കാൻ ഇപ്രാവശ്യം പോയിട്ട് പെട്ടെന്ന് ലീവ് കിട്ടിയവളെ എല്ലാ ശനിയാഴ്ചയാണ് കേട്ടോ അവർക്ക് ലീവ്. എന്താ വെച്ചാൽ ഒരു ആഴ്ചത്തെ ഷെഡ്യൂൾ ഇടുക. അതായത് പിന്നെ ഞായറാഴ്ച മുതൽ പിറ്റത്തെ ശനിയാഴ്ച വരെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഇടുക എല്ലാ ശനിയാഴ്ചയാണ്. അപ്പം ആ ടൈം ടേബിൾ വന്നപ്പോഴാണ് നമുക്ക് ഇപ്രാവശ്യം ചൊവ്വാഴ്ച തന്നെയാണ്, ചൊവ്വാഴ്ചയുണ്ട് ബുധനാഴ്ചയുണ്ട് ലീവ് കിട്ടുക. അപ്പം പെട്ടെന്ന് വന്ന് അതുകൊണ്ട് തന്നെ കുറച്ച് അലക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അലക്കാനുള്ളത് വേറെയും പിന്നെ ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി മേശപ്പുറമൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ പിന്നെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോക്കിന് നീനൂട്ടി എഴുന്നേറ്റ് വന്ന പോക്ക് കോഫി മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഓക്ക് ബട്ടർ കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്കമ്മച്ചിയെ കോഫി മതി, ബട്ടർ കോഫി വേണ്ട, പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കോഫി മതിയാണ്. അപ്പം നല്ലൊരു അടിപൊളി കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ കോഫി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന കോഫി ഭയങ്കര ഇഷ്ടമായിട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കൂടുതൽ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഒക്കെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഓൾ അതും കുടിച്ച് ഞാനും ഓളൊക്കെ ഇങ്ങനെ കുടിച്ച് ഐറു വരുന്നുണ്ട്, ഇന്ന് ഐറൂസ് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഐറൂസ് വന്നാൽ പിന്നെ അമ്മച്ചിക്ക് ഇന്ന വേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരമാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് കേട്ടോ. കാരണം പിന്നെ ഞാൻ ഓൻ്റെ പിന്നാലെ ആവുമല്ലോ. അപ്പോൾ നീനുവിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാതിയാണ് ഇപ്പോൾ നീനുട്ടിക്ക്. പക്ഷേ അത് പിന്നെ എന്താ പറയുക ഉള്ളെന്ന് പറയണമെന്നല്ല കേട്ടോ, അവൾ തമാശയായിട്ട് പറയണം. കാരണം ഐറൂനെ ഓക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ പിന്നെ വേഗം രാവിലെ പുറത്തുനിന്ന് ഫുഡ് ആയതുകൊണ്ട് ഉച്ചക്കൊക്കെയുള്ള ഫുഡ് ഇങ്ങനെ വേഗം റെഡി ആക്കാം കേട്ടോ. ക്ലീനിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വീഡിയോ എടുക്കാൻ നിന്നാൽ അതിൻ്റെ പരിപാടികളൊന്നും നടക്കില്ല. ഞാൻ വേഗം ജസ്റ്റ് ഒന്ന് തട്ടിക്കുട്ടി അടിച്ചു വാരി തുടച്ചു ആയിരം കൂടി വരുന്നതല്ലേ, മൊത്തം ഒന്ന് ക്ലീൻ ആക്കാം, ഒന്ന് റെഡി ആക്കാമെന്നൊക്കെയുള്ള പ്ലാനിൽ വേഗം 12 മണിയോട് കൂടി ഞാൻ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് പരിപാടിയിലേക്കാണ് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് മോള് വിളിച്ചത്. ഫുഡ് ഞങ്ങൾ കൂടി ഉണ്ടാക്കിക്കോട്ടെ അമ്മച്ചി, ഞങ്ങൾ ഉച്ചക്ക് ആ ടൈമിൽ എത്തും എന്ന് പറഞ്ഞു. അവളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളിനോട് രാവിലെ ഫുഡ് ഉണ്ടാക്കണോ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണോ, എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ പിന്നെ ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ടാണ് വരിക, ഫുഡ് ഉണ്ടാക്കണ്ടെന്നൊക്കെ അവൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല ഞാൻ അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വേഗം പോരാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിൽ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ ഞങ്ങൾക്ക് കൂടിയുള്ള ഫുഡ് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഗീ റൈസ്, അല്ലെങ്കിൽ പിന്നെ നീനൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഓപ്ഷനൊന്നുമില്ല, നെയ്ച്ചോറ് എന്നുള്ളത് മാത്രമാണ് പിന്നെ ഇവിടെ ഓപ്ഷന്. അപ്പോൾ ഞാൻ വേഗം ഗീ റൈസും അപ്പോൾ ഇതിൻ്റെ കിട്ടിയ വേഗം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ വേഗത നമ്മൾ ഗീ റൈസിന് പിന്നെ
എന്താ പറയുക അടുപ്പത്തിട്ടിട്ടുണ്ട്. മോള് പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഓള് കഴിക്കൂല കേട്ടോ. ഓളെ ഹസ്ബൻഡിനും മാത്രമാണ്. പിന്നെ ഐറൂസിനും നെയ്ച്ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓർക്കും. പിന്നെ എൻ്റെ കെട്ടിയവൻ്റെ കഴിക്കും ഇതും ഓലെ അല്ല. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞാനൊരു 3-3.5 ഗ്ലാസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞാൻ മസാലയൊക്കെ തേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനാണ് പ്ലാന്. കുറച്ച് എടുത്തിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ എന്താ പറയുക ചിക്കൻ്റെ ആ ഒരു സ്റ്റൂ പോലെ അങ്ങനെ ഉണ്ടാക്കാനാട്ടോ പ്ലാന്. അങ്ങനെ ഇതാ നമ്മൾ ഒരടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിന്നപ്പോൾ ഞാനങ്ങ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. വിസിൽ വന്ന് ഒറ്റ വിസിൽ മതി നെയ്ച്ചോറ് വേവാനായിട്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ അത് 2 വിസിലായി കഴിഞ്ഞാൽ ആ ഒരു എന്താ വെന്ത് എന്തോ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ അങ്ങനെ അത് ഓഫാക്കി ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് മസാല അങ്ങനെ തേച്ച് വെച്ചതായിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ അങ്ങനെ പിന്നെ വേവിക്കട്ടു. പിന്നെ അതിൻ്റെ മേലെ അരിഞ്ഞിട്ടുന്ന ഉള്ളി ഇട്ടു. അങ്ങനെ അത് അവിടെ അടുപ്പത്ത് അതും ആവുന്നുണ്ട്. പിന്നെ വേഗം പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ. അവിടെ നല്ല നാടൻ പയർ കണ്ടപ്പം എൻ്റെ ഹസ്ബൻഡ് മടങ്ങി വരുന്ന പിന്നെ സ്കൂൾ ബസ് എടുത്ത് മടങ്ങി വരുന്ന വേക്കുന്ന വാങ്ങിയതായിരുന്നു. പിന്നെ നമ്മളെ പയർ. അപ്പോൾ പയർ ഞാൻ ചെറുതാക്കി നുറുക്കിയിട്ട് അത് തോരനാക്കി വെച്ചു. നമ്മുടെ ഗീ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഒരടുപ്പത്ത് ചിക്കൻ കുറുമ, ഒരടുപ്പത്ത് നെയ്ച്ചോറ്, ഒരടുപ്പത്ത് പയറുപ്പേരി എല്ലാം പെട്ടെന്ന് നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറുണ്ട് നമ്മുടെ ഫുഡൊക്കെ ലഞ്ചൊക്കെ ആയി സെറ്റായിട്ടുണ്ട്. അപ്പോഴേക്കും ഇനിയിപ്പോൾ ഒരു വരും. കാരണം അവിടുന്ന് ഏകദേശം 1 മണിക്കൂറില്ല കേട്ടോ മോളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ പിന്നെ അവർ വരും. പിന്നെ വേഗം ഫുഡൊക്കെ റെഡിയാക്കി ഐറൂസിന് നോക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികളായതുകൊണ്ട് നീനോട്ടാണെങ്കിൽ ഇന്ന് ഫുള്ള് റെസ്റ്റാണ് കേട്ടോ. എന്നാൽ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് അവളൊക്കെ കിടക്കുകയാണ്. പിന്നെ ആ സോഫ ഇനി നമുക്ക് കിട്ടൂല, അവിടെ കിടക്ക് പുതച്ച്. ഇപ്പം മാടിയും കൂടി ആയതുകൊണ്ട് പുതച്ച് മൂടി കിടക്കുക എന്നുള്ളതാണ് അവളെ പരിപാടി കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ചിക്കൻ കുറുമയ്ക്കുള്ള തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാർന്ന് അതിലേക്ക് പിന്നെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടിയാണ് ഞാൻ സ്റ്റൂവിലേക്ക് പാർന്നത് കേട്ടോ. പിന്നെ മുകളിൽ നമ്മൾ മല്ലിച്ചപ്പ് പുതിനതാ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി കുറുന്നനായപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു പാകത്തെ കറി ആക്കുകയാണ് കേട്ടോ. എന്തായാലും ഒന്നും കൂടി ഉറക്കും. കാരണം അണ്ടിപ്പരിപ്പ് ഇടുമ്പോൾ കുറച്ചും കൂടി കറി ഒന്ന് ഉറച്ച് വരുമല്ലോ. അപ്പോൾ അതിന് കറക്റ്റാക്കിയിട്ട് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൂ. അപ്പുറത്തത് പയർ എന്നിട്ട്. അപ്പോൾ ഇനി പയറിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ തുറന്ന് വെച്ച് അങ്ങനെ പെട്ടെന്ന് വെള്ളം വറ്റിച്ചെടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ചിക്കൻ പിന്നെ തേങ്ങാപ്പാൽ പാർന്നതുകൊണ്ട് ഒറ്റ തിളച്ച് ഞാൻ ഓഫാക്കിയിട്ടോ. കാരണം അധികം തുള്ളുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതവിടെ നമ്മുടെ ഗീ റൈസും സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഉള്ളിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ആയപ്പോഴേക്കും മോള് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വണ്ടി ആയിക്കൂടെ പോണ കണ്ടപ്പോഴേ എൻ്റെ കെട്ടിയവനത് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. ഐറൂനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഐറൂസ് ആണല്ലോ ഇപ്പം നമ്മുടെ താരം, അവനെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ പോരാനുള്ള സാധനങ്ങൾ ഓളെ കൊണ്ടുവരാൻ കുറച്ച് ഐറൂൻ്റെ കുപ്പായങ്ങൾ എത്ര തിരുമ്പിയാലും ബാക്കി ഉണ്ടാവും. കൊണ്ടുവരുമ്പോൾ വേറെ വരുമ്പോൾ അലക്കാനുള്ളത് എന്തായാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നാൽ നമ്മുടെ പുതിയ മണവാള വരുന്നുണ്ട്. ഇവിടെ വന്നാണ്ടല്ലോ ആ വളവാണ്ട് തിരിഞ്ഞ അവൻ്റെ വിചാരം ഇത് ഉമ്മു എന്ന് വിളിച്ചു കണ്ടാട്ടോ അവൻ വരിക. കാരണം ഉമ്മാണ് അവൻ്റെ ഫ്രണ്ട് പെടുത്തത്. അപ്പം ഈ വണ്ടി അവിടെ അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ ഉമ്മോന്ന് വിളിച്ചിട്ടായിട്ട് കയറി വരിക. ഇനി ഞാൻ ഒരാളെ കാണിച്ചു തരാം. നമ്മൾ മോളൂനെ കണ്ടോ മക്കളെ, നല്ല അടിപൊളിയായിട്ട് മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ. മോളൂനെ കണ്ടപ്പോൾ നീനും എൻ്റെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ട്. ഓളെ നല്ല വെയിറ്റ്, ഒരു 69 എന്നുള്ള വെയിറ്റിലെത്തിയുള്ള 83 പോയിൻറ്റ് സംതിങ് ഒന്ന് സ്റ്റാർട്ടാക്കിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഒരു വൃത്തിയുണ്ട്. നല്ല വയറൊക്കെ കുറഞ്ഞ് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് മെലിഞ്ഞ് വീട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ വേഗം പിന്നെ ഫുഡ് എടുത്തേക്കാൻ വേണ്ടിയിട്ട് നിന്ന്. പിന്നെ മോളുടെ ഹസ്ബൻഡിന് പെട്ടെന്ന് പോകണം കേട്ടോ. ഓന് കൊണ്ടാക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഓൻ്റെ പിന്നെ സ്ഥാപനത്തേക്ക് പോകണം, അവിടെ എത്തണം. കാരണം ഇപ്പം തന്നെ ഉച്ചയായില്ലേ, ഇനി വേഗം അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ചിക്കൻ വറുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മീൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ വേഗം ഓന് പിന്നെ മോളുടെ ഹസ്ബൻഡിന് എന്താ വെച്ചാൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മീൻ പൊരിച്ചതൊക്കെ. ഞാൻ വേഗം കുറച്ച് മീനും പൊരിച്ചു, ചിക്കനും പൊരിച്ചു. ചിക്കൻ സ്റ്റൂ ഉണ്ട്, പയറുപ്പേരി ഒക്കെ ഉണ്ട്. വേഗം ഓരോന്നായിട്ട് റെഡിയാക്കുമോ വേഗം ഫുഡ് അയച്ചിട്ട് വേഗം പോയിട്ടോ. അങ്ങനെ തിരക്കാണ്, അതിനെ മോളിൽ കൊണ്ടാക്കാനായിട്ട് വന്നതല്ലേ. അങ്ങനെ ഫുഡ് അയച്ച് പോകുന്ന ബാക്കി ഞാൻ ഫ്രൂട്ട്സായിട്ട് കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു.
പിന്നെ വാട്ടർ മെലൺ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഓന് ചായയും കിട്ടും. ചായ ഉണ്ട് ഒരു പ്രധാന ഒരു ആവശ്യമുള്ള സാധനം. അപ്പോൾ ഓൻ ചായയും കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് അവൻ പോയി. ബാക്കി ഓൻ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഫുഡിൽ നിന്ന് ചിക്കൻ പൊരിച്ചതും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു കഴിക്കുന്നത് ഭയങ്കര രസമല്ലേ, എല്ലാവരും കൂടി കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇതുമ്മനെ കാണുമ്പോൾ ഇതുമ്മ എന്താ സ്കൂൾക്ക് പോയിട്ടില്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ ഒക്കെ എന്താ വെച്ചാൽ ഓൾ ഉച്ചക്ക് വന്ന് ശരിക്കും ഫുഡ് കഴിച്ച് പോയതാട്ടോ. പക്ഷേ എന്താ വെച്ചാൽ പിന്നെ ഓക്കൊന്ന് ഉച്ചയ്ക്ക് ശേഷം സ്കൂളില്ല, എന്തോ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു സ്കൂളിൽ. അപ്പോൾ അപ്പം തന്നെ ഒരു 2:30 ആയപ്പോഴേക്കും ഓൾ ഇങ്ങോട്ട് തന്നെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈറൂസും കൂടി വന്ന് എന്നപ്പോൾ ഓക്കും ഭയങ്കര സന്തോഷം. അങ്ങനെ അതല്ല ആരും അതിൽ നിന്നും ഒക്കെ ഓരോന്ന് എടുത്ത് ഇങ്ങനെ കഴിച്ച് ഈ രീതിയിലുള്ള ഫുഡ് കഴിക്കാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം മക്കളൊക്കെ 3 ആളും ഉണ്ടാവുക, ഓലെ ഇതായിട്ടുള്ള പരിപാടികൾ. പിന്നെ എല്ലാത്തിനും ചേരുന്നൊരു ഇപ്പച്ചി ഉണ്ട് എനിക്ക്. അപ്പോൾ ആ ഇപ്പച്ചീൻ്റെ പ്ലേറ്റിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നുള്ളി കഴിക്കുകയാണെങ്കിൽ കാണുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. ഞാൻ പിന്നെ ഐറൂസിന് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഗീ റൈസ്. അപ്പോൾ ഓനായി കഴിച്ച് ബാക്കി വെച്ചിട്ട് കുറച്ച് ബാക്കിയാക്കി പോയതാണ് കേട്ടോ. മോള് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ചോറൊന്നും എടുത്തിട്ടില്ല. ഓള് 2 മുട്ടയൊക്കെ പൊരിച്ച് കൊടുത്തു ഞാൻ. പിന്നെ മറ്റേ നമ്മൾ അതിൽ ചീസ് ഉണ്ടായിരുന്നു ഇവിടെ. ഈ നീനുട്ടിക്ക് ഇപ്പോൾ ചീസൊക്കെ നല്ല കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് ചീസ് ഇവിടെ വലിയൊരു പാക്ക് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇട്ടിട്ട് മോളൂനൊരു നല്ല അടിപൊളിയായിട്ട് മുട്ട പൊരിച്ചു. പിന്നെ സ്റ്റൂവും മീനും ചിക്കനൊക്കെ കൂട്ടിയോളം അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വാട്ടർ മെലണും അതേപോലെ തന്നെ നമ്മൾ പപ്പായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിക്കുന്നുണ്ട്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മാങ്ങ കഴിക്കാറില്ല കേട്ടോ. ഈ കലോറി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഡയറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാങ്ങ കഴിക്കാറില്ല. പക്ഷേ ഞാൻ മാങ്ങയൊക്കെ കഴിക്കാറുണ്ട്. പറയില്ല എനിക്കിപ്പോൾ സ്ട്രിക്റ്റൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് സ്ട്രിക്റ്റായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ്. പിന്നെ ഇനി അങ്ങോട്ട് മേളം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഒരുപാട് പണികളുണ്ട്. നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചത് അവിടെ നല്ല ഉറക്കത്തിലാണ്. മോളും ഐറൂസൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഈ ഉറങ്ങുന്നതിന് മുന്നേ നല്ല പരിപാടിയാണ് ഇവിടെ അലമ്പാക്കിയിട്ടാണ് ഉറങ്ങണത് കേട്ടോ. ഉറങ്ങുമ്പോൾ തോന്നും നമുക്ക് പാവാണെന്ന്. പക്ഷേ വീട് നടന്ന് കലമ്പാക്കി ഇട്ടിട്ടാണ് ഉറങ്ങാൻ പോയത്. ഇനി അതാണ്ടോ വന്ന ബാഗുകളും കാര്യങ്ങളൊക്കെയാണ്. നീനുട്ടി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. മേശപ്പുറത്ത് ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു രീതിയിൽ കിടക്കുകയാണ്. ഇനി ഞാൻ കിച്ചണും കൂടി ഇവിടെ കാണിച്ചു തരാം. അവിടെ ആകെ ഇവിടെ എല്ലാം കൂടി വലിച്ചു വാരിയിട്ട ഒരവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.